ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിഗൽ എല്ലാ ദിവസമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. രണ്ടാം ദിനം സെൻസെക്സ് എല്ലാം തന്നെ 790 പോയിന്റിന്റെ ശക്തമായ റാലി. 23,650 നിഫ്റ്റിയുടെ ക്ലോസ് ഉള്ളത്. എയർടെൽ, സിപ്ല, അദാനി എന്റർപ്രൈസ് തുടങ്ങിയ കമ്പനീസ് ശക്തമായ രീതിയിൽ നിലകൊണ്ടു. ബാങ്ക് നിഫ്റ്റിയും റാലി രേഖപ്പെടുത്തി. രാവിലെ നിഫ്റ്റി പോസിറ്റീവായിരുന്നു, എന്നാൽ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റി എല്ലാം തന്നെ ഇന്നലത്തെ പോലെ നെഗറ്റീവിലേക്ക് പോയി. പെട്ടെന്നാണ് ബാങ്ക് നിഫ്റ്റിയും അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. 673 പോയിന്റ് ബാങ്ക് നിഫ്റ്റി റാലി ചെയ്ത് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത് 54,129 എന്ന നിലയിലാണ്. മിഡ് ക്യാപ്പും 675 പോയിന്റിന്റെ സ്പൈക്ക് രേഖപ്പെടുത്തി. HDFCയും ICICI ബാങ്കും എല്ലാം തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്തി. എല്ലാ സെക്ടറും പോസിറ്റീവായിരുന്നു. IT എന്നാൽ വീണ്ടും ആ ഒരു ഡ്രാഗ് തുടരുന്നുണ്ട്. കാരണം ഈ US-ലും ഈ AI കമ്പനീസിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇന്ന് റുപ്പീസ് ഫോളോ ചെയ്തു 95.96 എന്ന നിലയിൽ നിലകൊണ്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ PM മോഡി പറഞ്ഞിരുന്നു ഗോൾഡിൻ്റെ എല്ലാം തന്നെ പർച്ചേസ് കുറയ്ക്കണമെന്ന്. അത് കാരണം മാർക്കറ്റ് ഇടിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കരുത്. ഇതിനൊരു പ്രത്യേക കാരണമുണ്ട്, രാഷ്ട്രീയമൊന്നുമല്ല. അതായത് നമ്മളെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം ഉണ്ടാവും, എന്നാൽ പിന്നെ ഒന്നാമത്തെ രാജ്യമായിട്ടുള്ള ചൈന, അവിടെയല്ലേ പ്രശ്നം ഉണ്ടാവേണ്ടതെന്ന്. ചൈനയ്ക്കും ഇന്ത്യയും തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. ഇന്ത്യക്ക് നമുക്ക് ഡെഫിസിറ്റ്, അതായത് ഇന്ത്യ എന്താണോ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് അതിൽ കൂടുതൽ ഇന്ത്യ നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗോൾഡും ക്രൂഡാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ചൈന കാര്യം ശരിയാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ ചൈന എന്താണോ അവരുടെ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അതിൽ കൂടുതൽ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് സർപ്ലസ് ആണുള്ളത്, നമുക്ക് ഡെഫിസിറ്റ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഗുഡ്സ് കൂടുതൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ഗോൾഡും ക്രൂഡാണ്. രണ്ടിനും നമ്മൾ പകരം കൊടുക്കേണ്ടി വരുന്നത് US ഡോളറാണ്. അപ്പോൾ US ഡോളർ ശക്തി പ്രാപിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു പർച്ചേസ് കുറയ്ക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് സ്ട്രോങ് ആവും. അത് തന്നെയാണല്ലോ ഇപ്പോൾ ഇന്ന് ഒരു പ്രത്യേക ന്യൂസ് ഉണ്ടായിരുന്നു. ബാങ്കിങ് സെക്ടർ പോസിറ്റീവായിട്ട് മുന്നേറാനുള്ള പ്രധാന കാരണം ഗവൺമെൻറ് ഈ ഫോറിൻ ബോണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടാക്സ് കുറച്ചിട്ടുണ്ടെന്നുള്ള ഒരു പോസിറ്റീവായുള്ള ഘടകമുണ്ട്. അപ്പോൾ അത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് നിലകൊണ്ടു. ബാങ്ക് നിഫ്റ്റി പെട്ടെന്ന് തന്നെ സ്പൈക്ക് ചെയ്തു. NLC ഇന്ത്യയിലും തന്നെ 14% സ്പൈക്ക് ചെയ്തു. Q4 റിസൾട്ട് ഉണ്ടായിരുന്നു. കീനസ് ടെക്നോളജി കമ്പനി 19%, ഏകദേശം 20% ഇടിവ് രേഖപ്പെടുത്തി. കമ്പനിയുടെ റവന്യൂ ഫോർകാസ്റ്റ് കുറവായിരുന്നു. JP മോർഗൻ ഡൗൺഗ്രേഡ് ചെയ്തു. ഷുഗർ, ഗവൺമെൻറ് ഷുഗറിൻ്റെ എക്സ്പോർട്ട് കുറച്ചു, ബാൻ ചെയ്തു, പാർഷ്യലി ബാൻ ചെയ്തു. ഡാംബർ ഷുഗർ ഫോൾ ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂസുകൾക്കിടെ US ചൈന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക് പോയിട്ടുണ്ട്. ഈ ചൈന ഇറാനെ പുഷ് ചെയ്തിട്ട് യുദ്ധം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു പോസിറ്റിവിറ്റി മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സും കാര്യങ്ങളൊക്കെ പോകാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിപ്റ്റോ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് ട്രേഡ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യാൻ ക്രിപ്റ്റോയിൽ ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മളുടെ ഫസ്റ്റ് കമൻറ്റിൽ ഒരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്. അവിടെ നമ്പർ നിങ്ങൾ കൊടുക്കാം. നിങ്ങൾക്ക് ക്രിപ്റ്റോ കോഴ്സ് ഫ്രീ ഓഫ് കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നേരെ നമ്പർ ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ട്രേഡ് ചെയ്യണമെന്നൊരു നിർബന്ധമല്ല. ആരാണോ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അവർ മാത്രം നമ്പർ കൊടുത്താൽ മതിയാവും. ഇന്ത്യൻ ബ്രോക്കർ തന്നെയാണ്, വിദേശ ബ്രോക്കറൊന്നുമല്ല. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലാണ് നമ്മൾ ട്രേഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്പനിയിൽ ഗൂഗിൾ ഷീറ്റ് പിൻ ചെയ്തിട്ടുണ്ട്, നമ്പർ കൊടുക്കുക. നേരെ നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സ് അദാനി എന്റർപ്രൈസസ്, സിപ്ല, ഭാരത് എയർടെൽ, എറ്റേണൽ, ഡോക്ടർ റെഡ്ഡി. ഇടിഞ്ഞത് ഇൻഫോസിസ്, ടെക്കം, HCL ടെക്, കോൾ ഇന്ത്യ, TCS തുടങ്ങിയ കമ്പനീസാണ്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4,694, സിൽവർ 87, ബിറ്റ്കോയിൻ 79,000, ബ്രന്റ് ഓയിൽ 104, നാച്ചുറൽ ഗ്യാസ് 2.8. കൂടാതെ നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്. ഏറ്റവും താഴെ പോകുകയാണെങ്കിൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 1.5% ശക്തമായ രീതിയിൽ നിലകൊള്ളുന്നുണ്ട്, പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഒരുപാട് കമ്പനീസിൻ്റെ ന്യൂസ് ഉണ്ട്. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ മോട്ടേഴ്സ് പാസഞ്ചർ നെറ്റ് പ്രോഫിറ്റ് 32%,
കുറവാണ് ഈ തവണ രേഖപ്പെടുത്തിയത്. എന്നാൽ റവന്യൂ 7% വർധനവുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 55,783 കോടി രൂപ കരസ്ഥമാക്കി. അപ്പോളോ ടയേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 241% ഉയർന്നു. റവന്യൂ 14% ഉയർന്നു. L&T ഫുഡ് നെറ്റ് പ്രോഫിറ്റ് 16% ഇടിവ് രേഖപ്പെടുത്തി. ദിലീപ് ബിൽഡ്കോൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 64% ഇടിവ് രേഖപ്പെടുത്തി. JSW സ്റ്റീൽ നെറ്റ് പ്രോഫിറ്റ് 2,000 കോടി രൂപയിൽ നിന്ന് 4,660 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഡബിളായി. ഹഡ്കോ നെറ്റ് പ്രോഫിറ്റ് 172% ഉയർന്ന് 1,981 കോടി രൂപ. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 16% ഉയർന്നു. ₹1.50 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ക്യാപ്റ്റൻ പോയിന്റ് ലാബ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 145 കോടി രൂപയിൽ നിന്ന് 170 കോടി രൂപയായിട്ടുണ്ട്. സ്റ്റോക്ക് ഇന്ന് 10% റാലി രേഖപ്പെടുത്തി. സരിഗമ ഇന്ത്യ 240 കോടി രൂപയിൽ നിന്ന് 287 കോടി രൂപ കരസ്ഥമാക്കി. സ്റ്റോക്ക് ഇന്ന് 15% സ്പൈക്ക് ചെയ്തു. വിധി സ്പെഷ്യാലിറ്റി നെറ്റ് പ്രോഫിറ്റ് 11 നിന്ന് 13 കോടി രൂപയിലേക്ക് ഉയർന്നു. സ്റ്റോക്ക് ഇന്ന് 8% ഉയർന്നു. വെങ്കീസ് ഇന്ത്യ ചിക്കൻ്റെ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് ശക്തമായി വർദ്ധിച്ചു. പക്ഷേ സ്റ്റോക്കിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടോ സ്റ്റോക്കിൽ നിന്ന് ഇടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റിയുടെ സ്പോട്ട് 23,750. പുട്ട് കോൾ റേഷ്യോയിൽ തന്നെ 1.25 ആണ്. പൊതുവെ ബുള്ളിഷായിട്ട് ആയ നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിലകൊള്ളുന്നത്. 23,350, 23,500 റേഞ്ചുകളിലെല്ലാം തന്നെ ഹ്യൂജ് പുട്ട് അഡീഷൻ കാണുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് അങ്ങനെ ഒരു ഇന്ന് ഇടിഞ്ഞു. 700-900 പോയിന്റ് ഇടിവൊക്കെ രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. പതിയെ തിരിച്ചു കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മാർക്കറ്റ്. പോസിറ്റീവായിട്ടുള്ള ഘടകം ഇതാണ്: ട്രംപും ചൈനീസ് പ്രസിഡന്റും തമ്മിലുള്ള ഒരു ചർച്ച, ഇറാൻ യുദ്ധം ശമിക്കുന്നതിന് വേണ്ടിയിട്ട് ചൈനയുടെ പിന്തുണ, അതല്ലെങ്കിൽ ചൈന ഇറാന് നമുക്കറിയില്ല ഈ ഒരു യുദ്ധ സാമഗ്രികളെല്ലാം തന്നെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അൺകൺഫേംഡ് ആയിട്ടുള്ള ന്യൂസുകൾ. അപ്പോൾ അത് നിർത്തലാക്കുകയോ അതല്ലെങ്കിൽ ഈ ഹോർമുസ് ആ ഒരു ഏരിയ അവിടുത്തെ ടെൻഷൻ കുറയ്ക്കാനായിട്ട് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും സഹായമൊക്കെ ആയിരിക്കണം ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ബന്ധവൈരികളായിട്ടുള്ള ചൈനയും US തമ്മിൽ വീണ്ടും ചർച്ചകൾ നടക്കുകയാണ്. വലിയൊരു യുദ്ധം ഇതുവഴി തീരുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് മധ്യസ്ഥത തുടരുന്നുണ്ട്. പക്ഷേ ഇതിനിടെ പാകിസ്ഥാൻ യുദ്ധത്തിനൊക്കെ സഹായിച്ചു എന്നുള്ള രീതിയിലൊക്കെ അൺകൺഫേംഡ് ന്യൂസുകളുണ്ട്. അപ്പോൾ അൺകൺഫേംഡ് ആയിട്ടുള്ള പലതരം ന്യൂസുകൾ മാർക്കറ്റിലുണ്ട്. നമുക്കറിയാം മാർക്കറ്റ് ഈ യുദ്ധ സമയത്ത് അപ്പ് ആൻഡ് ഡൗൺസുകളെല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു സ്ഥിതിഗതികൾ ശാന്തമായിട്ട് ട്രേഡ് ചെയ്യാം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം തന്നെ ഇല്ല. കാരണം ഇതൊരു പ്രീ ലോങ്ഡ് വാറായിട്ടിപ്പോൾ നീണ്ടുപോവുകയാണ്. 4-5 മാസമൊക്കെ ആയെന്ന് തോന്നുന്നു ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോൾ അത്തരത്തിലേക്ക് വാറ് പോവുകയാണ്. അപ്പോൾ എല്ലാം സുഖമാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യാം. താങ്ക് യു ഓൾ.